എല്ലാവർക്കും സ്നേഹാശംസകൾ. ദുഃഖാന തിരുനാളിന്റെ മംഗളങ്ങൾ നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് ഞാൻ ആശംസിക്കുകയാണ്. ഈ കൂട്ടായ്മയില് തോമസ് എന്ന പേരിൽ ആരെങ്കിലും ഉണ്ടോ? തോമസ് ആരെങ്കിലും ഉണ്ടോ? തോമസ് കൂട്ടായ്മയിൽ ഒരു മെമ്പർ ഉണ്ട്, ഇപ്പൊ ജോയിൻ ചെയ്തിട്ടില്ല. ഇപ്പൊ ലെഫ്റ്റ് ആയിട്ടുണ്ട് അച്ഛാ, ഉണ്ടായിരുന്നു. അപ്പം എല്ലാ തോമസ്മാർക്കും തിരുനാളിന്റെ മംഗളങ്ങൾ. നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം കൂടുതലും നിങ്ങളെല്ലാവരും മിക്കവരും തന്നെ സിറോ മലബാർ സഭയെ അംഗങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നു. സിറോ മലബാർ സഭയിൽ നമുക്കറിയാൻ ചില വലിയ പ്രതിസന്ധികൾ, അതിൻ്റെ ഒരു വലിയ അസ്വസ്ഥതയോടെ കടന്നു പോവുകയാണ്. നാളത്തെ ദിവസം എറണാകുളം അങ്കമാലി അതിരൂപതയെ നമുക്ക് കൃത്യമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കാരണം സഭാ അനുകൂലികളും അതിനെതിരായി നിൽക്കുന്നവരും തമ്മിലുള്ള ഒരു വലിയ ഫൈറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സഭയോട് ഐക്യമുള്ളവരും സഭയെ സ്നേഹിക്കുന്നവരും സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരും ഒക്കെ ഒത്തിരിയേറെ വേദനിക്കുന്നുണ്ട്. ഒരു സഹോദരൻ, എറണാകുളത്തുള്ളൊരു സഹോദരൻ, വളരെ വർഷങ്ങളായിട്ട് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന അദ്ദേഹം വളരെ കാലം വിദേശത്തായിരുന്നു. അവിടെയും ശുശ്രൂഷ ചെയ്തിരുന്ന ആളാണ്. ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലാണ്. അവിടെ ഈ സിനഡിന് കുർബാനയ്ക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുമാണ്. വളരെ വിഷമിച്ചും നിരാശപ്പെട്ടും ഒക്കെ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, മടുത്തു, 3-4 വർഷമായി ഇതിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്, പക്ഷെ പ്രതീക്ഷിക്കുന്നത് പോലൊന്നും അല്ല സംഭവിക്കുന്നത്. അതുകൊണ്ട് മടുത്തു, ഇവിടം വിറ്റ് പിന്നെ കാഞ്ഞിരപ്പള്ളി ഭാഗത്തേക്കോ എവിടെയിലേക്കോ വന്നാലോ എന്ന് പോലും ആലോചിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ സാഹചര്യങ്ങളില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ വിഷമത്തോടെ സംസാരിക്കുകയുണ്ടായി. അപ്പൊ ഈ ആരാധനക്രമ സംബന്ധമായ പ്രതിസന്ധിയിൽ നീറുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ഒരു പ്രതിനിധിയാണത്. ഇപ്പൊ നമ്മൾ എറണാകുളത്ത് നടക്കുന്ന കാര്യമാണല്ലോ, നമ്മളെ അത് ബാധിക്കുന്നില്ലല്ലോ എന്നൊന്നും നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. കാരണം കർത്താവ് പറഞ്ഞില്ലേ, ശരീരത്തിലെ പല അവയവങ്ങളാണ്. അപ്പോൾ യേശുവിൻ്റെ ഭൗതിക ശരീരം, ദ മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള വലിയ ആശയം, എവിടെയെങ്കിലും ഒരവയവത്തിന് വേദനിച്ചാൽ ശരീരം മുഴുവൻ വേദനിക്കും. അപ്പം നമ്മുടെ എല്ലാവരുടെ ഒരു വേദനയാണ്. തോമാസ് ശ്ലീഹായുടെ ആ പൈതൃകത്തിൻ്റെ അസ്തിത്വത്തിനെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. നമുക്ക് തോമാസ് ശ്ലീഹായോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. സിറോ മലബാർ സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ഉരുണ്ടുകൂടിയിരിക്കുന്ന അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പിശാചാണ്. കലഹമുണ്ടാക്കുന്നതും ഭിന്നതയുണ്ടാക്കുന്നതും കാരണത്തിന് കാരണങ്ങൾ ഉണ്ടാക്കുന്നതും എല്ലാം പിശാചിന്റെ പ്രവർത്തനമാണ്. ഭിന്നിപ്പിക്കുന്നത് പിശാചാണ്. അനൈക്യം ഉണ്ടാക്കുന്ന പിശാചാണ്. അനുസരണക്കേടിന്റെ ദുഷ്ടശക്തികൾ കുടികൊത്തി വാഴുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. തോമാസ് ശ്ലീഹായോട് തന്നെ പ്രാർത്ഥിക്കാം. കാരണം സിറോ മലബാർ സഭയ്ക്ക് വേണ്ടി ഏറ്റവും മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ സാധിക്കേണ്ടതും നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹാ തന്നെയാണ്. അതുകൊണ്ട് നാളത്തെ ദിവസത്തെ ബലിയിലുമൊക്കെ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ത്യാഗങ്ങൾ നമുക്ക് കാഴ്ചവെക്കാം. അപ്പൊ അത്രയും ഞാൻ ആമുഖമായിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് എനിക്ക് പ്രാർത്ഥനയിൽ കിട്ടിയ ഒരു വിഷയം, ആ ഒരു വചനഭാഗം ഞാൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം ഒത്തിരിയേറെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാം മനസ്സിലാകേണ്ട ആന്തരിക
രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വചനഭാഗമാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. 2 Thessalonians chapter 2 verses 1 onwards. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തെയും അവന്റെ സന്നിധിയിൽ നാം സമ്മേളിക്കുന്നതിനെയും പറ്റി സഹോദരരെ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കർത്താവിന്റെ ദിവസം വന്നു കഴിഞ്ഞുവെന്ന് സൂചിപ്പിക്കുന്ന പ്രസംഗത്താലോ ഞങ്ങളേടെന്ന് അവകാശപ്പെടുന്ന ലേഖനത്താലോ നിങ്ങൾ പെട്ടെന്ന് ചഞ്ചലചിത്തരും അസ്വസ്ഥരുമാകരുത്. ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ. എന്തെന്നാൽ ആ ദിവസത്തിന് മുമ്പ് വിശ്വാസത്യാഗമുണ്ടാവുകയും നാശത്തിന്റെ സന്താനമായ അരാജകത്വത്തിന്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധനാ വിഷയമായിരിക്കുന്നതോ ആയ എല്ലാറ്റിനെയും അവൻ എതിർക്കുകയും അവയ്ക്കുപരി തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. അതുവഴി താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിന്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കും. ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ ഇക്കാര്യം പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ? സമയമാകുമ്പോൾ മാത്രം വെളിപ്പെടേണ്ടതിന് ഇപ്പോൾ അവനെ തടഞ്ഞു നിർത്തുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അരാജകത്വത്തിന്റെ അജ്ഞാത ശക്തി ഇപ്പോഴേ പ്രവർത്തിച്ചുകൊണ്ടാണിരിക്കുന്നത്. അവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നവൻ വഴി മാറിയാൽ മാത്രം മതി, അവൻ പ്രത്യക്ഷപ്പെടും. കർത്താവായ യേശു തന്റെ വായിൽ നിന്നുള്ള നിശ്വാസം കൊണ്ട് അവനെ സംഹരിക്കുകയും തന്റെ പ്രത്യാഗമനത്തിന്റെ പ്രഭാപൂരത്തിൽ അവനെ നാമാവിശേഷമാക്കുകയും ചെയ്യും. സാത്താന്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷ പ്രാപിക്കാനും വിമുഖത കാണിക്കുകയാൽ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതികളോടും കൂടെ ആയിരിക്കും. അതിനാൽ വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം അത്ഭുതമായി സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ ആഹ്ലാദിച്ചവരെല്ലാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും. ഒത്തിരിയേറെ ആഴമേറിയ അർത്ഥമുള്ള ഒരു തിരുവചന ഭാഗമാണിത്. ഇതിനെക്കുറിച്ച് ഒത്തിരി ധ്യാനിക്കാനുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഒരു 3 കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ നമുക്ക് സൂക്ഷിക്കാം. ഒന്നാമത്തെ കാര്യം, കർത്താവിൻ്റെ മഹത്വപൂർണമായ 2-ാം വരവ്. നമ്മൾ ഏറ്റവും അധികം ചിന്തിക്കുകയും പറയുകയും പഠിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട വിഷയമാണ് ഈശോയുടെ 2-ാം വരവ്. പലരും പറയാറുണ്ട്, ഇത് 2000 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ, ഇപ്പോഴും അതങ്ങനെ തന്നെ പറയുകയല്ലേ, അതുകൊണ്ട് ഇതിപ്പോഴും ഉടനെ ഒന്നും ഉണ്ടാകത്തില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ. പക്ഷേ നമുക്കറിയാം, കാലത്തിൻ്റെ അടയാളങ്ങൾ, ബൈബിളിൽ പറയുന്ന കാലത്തിൻ്റെ അടയാളങ്ങൾ അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തിയിരിക്കുന്ന സമയമാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ കാലത്തിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ കാലത്തിൻ്റെ അടയാളങ്ങൾ കണ്ട് നിങ്ങൾ മനസ്സിലാക്കുവിൻ. അത്തി തളിർക്കുന്നു. ഈ അത്തി എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ഒരു പ്രതീകമാണ്. അത്തി തളിർക്കുക എന്ന് പറയുന്നത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടാണ്. 1948 അത്തി തളർത്തതാണ്. ഇസ്രായേലിനൊരു രാജ്യമുണ്ടായതാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഇസ്രായേലിൽ നടക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളും ലോകത്തിൻ്റെ മുഴുവൻ ഭാവിയെ നിർണ്ണയിക്കുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാം, ജിയോഗ്രഫിക്കലായിട്ട് ഇസ്രായേൽ ഏതാണ്ട് ഭൂമിയുടെ ഒരു മധ്യഭാഗത്തായിട്ട് വരിക. കുഞ്ഞു രാജ്യം, ചെറിയ രാജ്യം, കേരളത്തിൽ അത്ര പോലും ഇല്ലാത്ത ആ കുഞ്ഞു രാജ്യം ഭൂപടത്തിൽ അത് മധ്യഭാഗത്താണ്, ലോകത്തിന്റെ മധ്യഭാഗത്താണ്. അപ്പോൾ ആ നടുക്ക് നിൽക്കുന്ന ആ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം, ദൈവം കൂട്ടിച്ചേർത്ത് വേർതിരിച്ച ആ ജനം, അപ്പൊ അവർ ചെയ്യുന്ന കാര്യങ്ങളും അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളും എല്ലാം ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന കാര്യങ്ങളാണ്.
സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തില് 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഈ ഇസ്രായേലിനെ, അവിടെ പറയുന്ന ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത്, ഭാരമുള്ള ഒരു കല്ലാക്കി മാറ്റും, അതിനെ തൊടുന്നവരെല്ലാം മുറിവേൽക്കും. എത്രയോ സത്യമാണ്. ഇസ്രായേലിനെ തൊടുന്നവരെല്ലാം മുറിവേൽക്കുന്ന അനുഭവം വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവം അവരുടെ കൂടെ നിന്ന് അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാണ്. അപ്പൊ പലരും ചോദിക്കണ്ടേ, ഈശോയെ കുശിത്തറച്ചവരല്ലേ, കർത്താവിനെ തള്ളിപ്പറഞ്ഞവരല്ലേ, അവരെ അവരെ നമ്മൾ എന്തിനാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? അതൊക്കെ ശരിയാണ്. പക്ഷേ ദൈവത്തിന്റെ ഒരു വാഗ്ദാനം അവരുടെ മേലുണ്ട്. ദൈവം അവർക്ക് കൊടുത്ത വാഗ്ദാനം അത് ദൈവം പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇതിന്റെ ഒരു പരിസമാപ്തിയിൽ അവർ യേശുവിനെ ഏറ്റുപറയണം. തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കുമെന്നാണ് തിരുവചനം പറയുന്നത്. തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. അങ്ങനെ നോക്കി നിൽക്കാനുള്ള, കർത്താവിനെ വിളിച്ചപേക്ഷിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇനി ലോകത്തിൽ ഉണ്ടാകും. അപ്പൊ എന്താണെങ്കിലും ഇസ്രായേലിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ലോകത്തിന്റെ എല്ലാ സ്ഥലത്തേക്കും പ്രതിധ്വനിക്കുകയാണ്. 2019 മുതൽ നമുക്കറിയാം, കോവിഡ് എന്ന് പറയുന്ന ആ മഹാമാരിയിലൂടെ ലോകത്തിൽ വലിയ ഒരു മാറ്റം സംഭവിച്ചു. ലോകത്തെ ഒന്ന് റീസെറ്റ് ചെയ്തെന്നാണ് ഇതിനെക്കുറിച്ച്, റീസെറ്റ്. അപ്പം കോവിഡ് എന്ന മഹാമാരിയിലൂടെ, അത് എവിടുന്ന് വന്നാലും ആരുണ്ടാക്കിയാലും, അതിലൂടെ ഈ ലോകം മുഴുവൻ റീസെറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈശോയുടെ രണ്ടാം വരവിന്റെ ഏറ്റവും അടുക്കലാണ് നമ്മൾ നിൽക്കുന്നത്. എബ്രായ ലേഖനം 8-ാം അധ്യായം 29 തിരുവചനം. അവൻ വീണ്ടും വരും, പാവപരിഹാര ബലി അർപ്പിക്കാനല്ല, പിന്നെയോ നമ്മെ തന്നെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്നവരെ കൂട്ടിക്കൊണ്ടു പോകാനാണ് അവൻ വീണ്ടും വരുന്നത്. എന്തിനാണ് ഈശോ ഇനിയും വരുന്നത്? അവൻ ഒന്ന് വന്നു, പാവപരിഹാര ബലി അർപ്പിച്ചു, മനുഷ്യനായി അവതരിച്ചു, മനുഷ്യന്റെ കൂടെ നടന്നു, പാപമൊഴികെ എല്ലാ കാര്യങ്ങളിലും അവൻ മനുഷ്യന് സദസ്യനായി, മനുഷ്യന്റെ വേദനകളും ദുഃഖങ്ങളും ഭാരങ്ങളും പാപങ്ങളും എല്ലാം സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി അവൻ കുരിശിൽ ബലിയർപ്പിച്ച് പാവപരിഹാരം ചെയ്തു കഴിഞ്ഞു. കംപ്ലീറ്റ് വർക്ക് ഓഫ് റിഡംഷൻ എന്നാണ് പറയുക. അവിടെ എല്ലാം പൂർത്തിയായി. അവിടുന്ന് പറയുന്നത് എല്ലാം പൂർത്തിയായി. കാൽവരി കുരിശിൽ ഈശോ രക്തം ചൊരിഞ്ഞ് തന്നെ സമർപ്പിച്ച്, സ്വയം സമർപ്പിച്ച് നേടിയെടുത്ത രക്ഷ, റിഡംഷൻ, അത് പൂർത്തിയായിരിക്കുകയാണ്. ഇനി നമ്മളെല്ലാവരും, ലോകത്തിലെ സകല മനുഷ്യരും ആ രക്ഷ അനുഭവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അനുഭവിക്കണമെങ്കിൽ നമ്മൾ മനസ്സാകണം, നമ്മുടെ മനസ്സ് നമ്മൾ തുറക്കണം, ഈശോയെ നമ്മൾ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കണം, ഏറ്റുപറയണം. അതിൻ്റെ ഒരു അനുഭവത്തിൽ നമ്മൾ ജീവിക്കണം. അപ്പൊ നമുക്ക് ചെയ്യാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ദൈവം നമുക്കെല്ലാം സാധ്യം. പറുദീസയുടെ വാതിൽ തുറന്നു. ഈശോ കുരിശിൽ മരിച്ചപ്പോൾ പറുദീസയുടെ വാതിൽ തുറന്നു. ആ കുരിശുമരണം സംഭവിച്ചപ്പോൾ ആദം മുതൽ സകല മനുഷ്യരും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ, പറുദീസയെ പ്രവേശിക്കാൻ ദൈവം വാതിൽ തുറന്നു കൊടുത്തു. അതാണല്ലോ നമ്മൾ കുർബാനയിലൊക്കെ അനുസ്മരിക്കുന്നത്, അൽത്താരയുടെ വിരിയൊക്കെ മാറ്റുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ബൈബിളിൽ മുഴുവൻ പ്രതിപാദിക്കുന്ന കർത്താവിൻ്റെ ഈ രണ്ടാം വരവ്, അതിനെക്കുറിച്ച് ഈശോ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സമയമോ അതിൻ്റെ ടൈമിങ്ങോ ഒന്നും ഒരിക്കലും വെളിപ്പെടുത്തിയിട്ടില്ല. അത് പിതാവായ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. പുത്രന് പോലും അറിയത്തില്ല എന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും ഇത് ഡേറ്റും ഒക്കെ കിട്ടി കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ചിലരൊക്കെ അത് ഇന്ന വർഷം ഇന്ന ദിവസമാണ് സംഭവിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ആർക്കും ഈ ഭൂമിയിൽ പറയാൻ സാധിക്കില്ല. പരിശുദ്ധ അമ്മയ്ക്ക് പോലും കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല.
സ്വർഗീയ രഹസ്യങ്ങൾ, ദൈവീയ രഹസ്യങ്ങൾ എല്ലാം വെളിപ്പെടുത്തുന്ന പരിശുദ്ധ അമ്മയിൽ നിന്ന് പോലും ഈ കാര്യം മറച്ചു വെച്ചിരിക്കുകയാണ്. പുത്രന് പോലും അറിയത്തില്ല, പിതാവിന് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഒരുങ്ങിയിരിക്കണമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ലോകത്തിൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെല്ലാം നമ്മൾ എത്രയും പെട്ടെന്ന് ഈ ഒരു ഒരുക്കത്തിലേക്ക് പ്രവേശിക്കണമെന്നാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇപ്പൊ ഒന്നാമത്തെ കാര്യം, കർത്താവിൻ്റെ മഹത്വപൂർണമായ വരവിനെ കുറിച്ച് നമുക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. ഇത് ഭയപ്പെടുത്തുന്ന ഒരു കാര്യമല്ല. ഒരുപക്ഷെ ഭയം കൊണ്ട് ഈ വിഷയം സംസാരിക്കാത്തവരുണ്ട്. കർത്താവ് വരുന്നതിന് നമ്മളെന്തിനാണ് ഭയപ്പെടുന്നത്? ആരാണ് ഭയപ്പെടേണ്ടത്? കർത്താവിൽ വിശ്വാസമില്ലാത്തവരും ദൈവത്തിലെ ആശ്രയമില്ലാത്തവരുമല്ലേ ഭയപ്പെടേണ്ടത്? ദൈവത്തിൽ ആശ്രയിക്കുന്നവർ എന്തിനു ഭയപ്പെടണം? അതുകൊണ്ട് ഏറ്റവും നമ്മൾ സന്തോഷിക്കേണ്ട ഒരു കാര്യമാണ് കർത്താവ് വരിക എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ ആദിമ ക്രൈസ്തവ സമൂഹം മാറാനാത്ത എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചത്, കർത്താവെ വേഗം വരണമേ, അല്ലെങ്കിൽ ഞങ്ങൾ പാപത്തിൽ നശിച്ചു പോകും. അപ്പൊ നമ്മള് കർത്താവ് എത്രയും വേഗം വരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവ് വരുന്നത് സമയം നീട്ടണം എന്നല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കർത്താവ് എത്രയും വേഗം ഈ ലോകത്തെ വിധിക്കുവാനും നന്മതിന്മകളെ വേർതിരിക്കുവാനും തന്നെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്നവർക്ക് പ്രതിഫലം നൽകുവാനും അവൻ എത്രയും വേഗം വരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവവിശ്വാസികൾക്ക്, യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് അത് ഏറ്റവും വലിയ സന്തോഷത്തിന്റെ അനുഭവമാണ്. അപ്പോൾ ദൈവത്തെ നിഷേധിക്കുന്നവർക്ക്, സാത്താന്റെ കൂടെ നിൽക്കുന്നവർക്ക് ഏറ്റവും വേദനാജനകമായ കാര്യവുമായിരിക്കും അത്. അപ്പോൾ ബൈബിളില് നമ്മൾ അതിനെക്കുറിച്ച് ഈശോ സ്വർഗാരോഹണം ചെയ്തപ്പോൾ ശിഷ്യന്മാരെല്ലാം ആകാശത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ദൈവദൂതൻ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നിങ്ങൾ എന്തിനാണ്, അല്ലയോ ഗലീലയരെ, നിങ്ങൾ എന്തിനാണ് മുകളിലേക്ക് നോക്കി നിൽക്കുന്നത്? അവൻ മുകളിലേക്ക് പോയതുപോലെ തന്നെ വീണ്ടും വരും. ആ ഒരു ചിന്ത അവർക്ക് കിട്ടിയ ആ ഒരു സന്ദേശം, അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് പിന്നെ അവർ ജീവിക്കുന്നത്. നമുക്കറിയാം, അവരുടെ ജീവിതം മുഴുവൻ മാറി മറിയുകയാണ്. കർത്താവിൻ്റെ രണ്ടാം വരവിനെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ കാണുക. അത് അന്നും ഇന്നും എല്ലാം അത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ലോകത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഈശോ വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചൊരു കാര്യമാണ്. അവസാന കാലത്ത് എന്തൊക്കെ സംഭവിക്കും, യുദ്ധങ്ങളുണ്ടാകും, യുദ്ധങ്ങളെക്കുറിച്ചുള്ള കിംവദന്തികളും അതെല്ലാം വളരെ വ്യക്തമായിട്ട് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തില് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈശോ തന്നെ, ഈശോയുടെ വായിൽ നിന്ന് തന്നെ നമ്മൾ കേൾക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയാം, പൗലോസിന്റെ പ്രബോധനങ്ങളിൽ ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പഴയ നിയമത്തിലെ ബൈബിൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം, ആമോസിന്റെ പുസ്തകം, ഇങ്ങനെ എല്ലാ ഗ്രന്ഥങ്ങളിൽ തന്നെ ഈ അന്ത്യകാലത്തെക്കുറിച്ചുള്ള സൂചനകളുണ്ട്. വെളിപാടിന്റെ പുസ്തകം മുഴുവൻ അതിൻ്റെ വ്യാഖ്യാനങ്ങളാണ് കിടക്കുന്നത്. 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ നടന്നുപോയ കാര്യങ്ങളും 4 തൊട്ട് മുന്നോട്ടുള്ള അധ്യായങ്ങളെല്ലാം വരാൻ പോകുന്ന കാര്യങ്ങളുമാണ് യോഹന്നാനിലൂടെ വെളിപ്പെട്ട് കിട്ടിയത്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, നമ്മുടെയൊക്കെ ചിന്തയിലും മനസ്സിലും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലും ഒക്കെ നമ്മൾ ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഈശോയുടെ മഹത്വപൂർണമായ രണ്ടാം വരവ്. ലോകാവസാനം എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നല്ലോ, കാരണം അങ്ങനെ ലോകം അവസാനിക്കുന്നില്ലല്ലോ. അപ്പൊ ഈ ഭൗതിക ലോകം ഒരുപക്ഷെ അവസാനിക്കാം, ആത്മീയ ജീവിതം ഒരിക്കലും അവസാനിക്കുന്നില്ല. അതുകൊണ്ട് ലോകം അവസാനിക്കുന്നു എന്ന് പറയുന്നതിനേക്കാളും നല്ലത് പുതിയൊരു ലോകം കർത്താവ് വന്ന് പുനഃസ്ഥാപിക്കുന്നു പറയുകയാണ് ഏറ്റവും നല്ലത്. ദൈവത്തിന്റെ രാജ്യം അവിടുന്ന് പുനഃസ്ഥാപിക്കും. അതാണ് നമ്മൾ കൂടുതലായിട്ട് പറയേണ്ടത്. പ്രത്യാശയോടെ കാത്തിരിക്കുന്നവരെ വീണ്ടെടുക്കാൻ അവൻ വീണ്ടും വരും. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറഞ്ഞല്ലോ, നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. അപ്പൊ നന്മയും തിന്മയും തമ്മിൽ വേർതിരിക്കപ്പെടും. നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. അപ്പൊ ഉയർപ്പ് എല്ലാവർക്കും ഉണ്ട്, ആരും അവസാനിക്കുന്നില്ല. ഒന്നുകിൽ നിത്യരക്ഷ അല്ലെങ്കിൽ നിത്യനാശം. ഇത് ബൈബിള് പഠിപ്പിക്കുന്ന സത്യമാണ്, ഈശോ പഠിപ്പിച്ച സത്യമാണ്, സഭ പഠിപ്പിക്കുന്ന സത്യമാണ്. അപ്പോൾ നിത്യരക്ഷ എങ്ങനെ പ്രാപിക്കാൻ സാധിക്കണം? അപ്പൊ ഇതാണ് നമ്മൾ ഒന്നാമത് ഇതിൻ്റെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകം പിശാചിന്റെ പിടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് വായിച്ച പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കയിലെ 2-ാം ലേഖനത്തില് തിന്മയുടെ അജ്ഞാത ശക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്.
അതിപ്പോഴേ പ്രവർത്തന നിരതമാണ്. എങ്ങനെയെല്ലാമാണ് പ്രവർത്തനനിരതമായിരിക്കുന്നത്? പല രീതിയിലെ വ്യാജ പ്രബോധനങ്ങളിലൂടെ, തെറ്റായ പഠനങ്ങളിലൂടെ, ഭിന്നതയിലൂടെ, കലഹത്തിലൂടെ, യുദ്ധങ്ങളിലൂടെ, പകർച്ചവ്യാധികളിലൂടെ, ക്ഷാമങ്ങളിലൂടെ, ആശയക്കുഴപ്പത്തിലൂടെ, എല്ലാം അനുസരണക്കേടിലൂടെ, അഹങ്കാരത്തിലൂടെ, അശുദ്ധിയിലൂടെ ഈ ദുഷ്ടശക്തി, അജ്ഞാത ശക്തി അതൊരു ഒരു ഒരു പേഴ്സണായിട്ടാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കുമെന്നാണ് പറയുന്നത്. അവൻ ദൈവം എന്ന് വിളിക്കപ്പെടുന്നതോ ആരാധനാ വിഷയമായിരിക്കുന്നതുമായ എല്ലാറ്റിനെയും അവൻ എതിർക്കുകയും, എല്ലാവരും ദൈവമെന്ന് വിളിക്കപ്പെടുന്ന ദൈവികമായ എല്ലാറ്റിനെയും അവൻ എതിർക്കുകയും അവയ്ക്ക് ഇവർ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. അതുവഴി ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവരെന്നല്ല പറയുന്നത്, അവൻ ദൈവത്തിന്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കും. പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവൻ അങ്ങനെ ഒരുവന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞോ അറിയാതെയോ ലോകരാജ്യത്തിലെ രാഷ്ട്രത്തലവന്മാര്, എനിക്ക് തോന്നുന്ന 75% ആൾക്കാരും ഈ ആന്റി ക്രൈസ്റ്റിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരറിഞ്ഞോ അല്ലെങ്കിൽ അറിയാതോ ലോകം മുഴുവൻ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് പോലും അതിൻ്റെ ഒരു തുടക്കമായിരുന്നു. ഒരു റീസെറ്റിലൂടെ എങ്ങനെ ലോകത്തെ കൺട്രോൾ ചെയ്ത് എങ്ങനെ മുഴുവൻ തൻ്റെ ചുവട്ടിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു പരീക്ഷണം കൂടിയായിരുന്നു ഈ കോവിഡ്. അതിലവൻ വിജയിച്ചു. ലോകത്തെ മുഴുവൻ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു. അതൊരു തുടക്കമാണ്. ഇനി അതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊക്കെ വരാൻ പോവാണ്. ഏത് സമയത്തും ലോകത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യാനായിട്ട് അവന് സാധിക്കും, പിശാചിന് സാധിക്കും. ലോകത്തിലെ സകല രാജ്യങ്ങളെയും തൻ്റെ ചെൽപ്പിടിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിന് ഏറ്റവും വലിയ ടെക്നോളജികൾ അവൻ ഉപയോഗിക്കും. നമുക്കറിയാം, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, AI, റോബോട്ട്സ്, അതിൻ്റെ ഒരു കാലഘട്ടമാണല്ലോ. അത് എത്രമാത്രം ശക്തമാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത്. സ്വിറ്റ്സർലൻഡിൽ എവിടെയോ ഒരു പള്ളിയിൽ, കത്തോലിക്ക പള്ളിയാകാൻ അസാധ്യത, അവിടെ ഒരു AI ജീസസിനെ അവർ ഉണ്ടാക്കി വെച്ചു എന്ന് എവിടെയോ വായിക്കാനിടയായി. റോബോട്ട് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. 100 ഭാഷകൾ സംസാരിക്കും, ബൈബിളിലെ എല്ലാ ചോദ്യത്തിനും ഉത്തരം കൊടുക്കും, കൗൺസിലിംഗ് നടത്തും, വിഷമങ്ങളുമായിട്ട് വരുന്നവർക്ക് സൊല്യൂഷൻ കൊടുക്കും. അങ്ങനെയുള്ള ഒരു റോബോട്ടിനെ ഏതോ പള്ളിയിൽ വെച്ചു എന്ന് കേൾക്കാനിടയിൽ. ഇതിനി വ്യാപകമാകാനുള്ള സാധ്യതകൾ ഉണ്ട്. ഒരു പക്ഷേ നമ്മുടെയൊക്കെ ഭാവിയിൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, നമ്മുടെയൊക്കെ ദൈവാലയങ്ങളിൽ ഇത് സ്ഥാനം പിടിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ജെറുസലേം ദേവാലയം അവർ പണിത് കഴിയുമ്പോൾ അതിൻ്റെ അകത്തൊരു സൂപ്പർ കമ്പ്യൂട്ടർ അവർ വെക്കുമെന്നാണ് പറയുന്നത്. എന്നിട്ട് അതിനെ ദൈവമായിട്ട് അവിടെ പ്രതിഷ്ഠിക്കുമെന്നാണ് പറയുന്നത്. ഇതാണ് വെളിപാട് പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ പറയുന്നത്. പ്രതിമ സംസാരിക്കും. അപ്പോൾ പ്രതിമ സംസാരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനുഷ്യരെല്ലാം അതിൻ്റെ പുറകെ പോകും. ടെക്നോളജി അതിതീവ്രമായ വിധത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഈ ടെക്നോളജി ഇതുപോലെ വളർത്തുന്നത്? ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ പുറകിൽ തിന്മയുടെ ശക്തികളുണ്ട്. അല്ലെങ്കിൽ മനുഷ്യന് ഇങ്ങനെ ടെക്നോളജി വളർത്താൻ സാധിക്കില്ല. നമ്മുടെ ചിന്തയ്ക്കൊക്കെ അതീതമായിട്ട്, അതിനപ്പുറമായിട്ട് ഇതങ്ങ് ഫാസ്റ്റായിട്ട് വളരുകയാണ്. അപ്പൊ അതിനെ ഒരു ആക്സലറേറ്റ് ചെയ്യുന്ന എന്തോ ഒരു ശക്തി അതിൻ്റെ പിറകിൽ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ദൈവമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത കേട്ട്, യൂട്യൂബിലൊരു കാര്യം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആദ്യം ഞാൻ തമാശയാണെന്ന് വിചാരിച്ചത്. ഒരു മനുഷ്യൻ ചന്ദ്രനിലെ സ്ഥലം വാങ്ങിച്ചെന്ന്. ചന്ദ്രനിൽ സ്ഥലം വാങ്ങിച്ചു എന്ന് 10 ലക്ഷം രൂപ കൊടുത്ത്. അപ്പൊ ചന്ദ്രനിൽ പോലും സ്ഥലം വാങ്ങിക്കാൻ തക്ക വിധത്തില് ഇന്ന് ടെക്നോളജി, ഏതോ അമേരിക്കൻ കമ്പനിയാണ് ഈ സ്ഥലം കൊടുക്കുന്നത്. എന്നിട്ട് ഈ മനുഷ്യൻ പറയുകയാണ്, നമുക്കിത് അനുഭവിക്കാൻ പറ്റുന്ന വരത്തില്ല, നമ്മുടെ മക്കളോ കൊച്ചുമക്കളോ ഒക്കെ ഒരുപക്ഷെ അവിടെ പോകുന്ന ഒരു സമയത്ത് ഇത് പ്രയോജനപ്പെട്ടാലോ. പ്രിയപ്പെട്ടവരെ, എവിടം വരെ മനുഷ്യൻ എത്തിയെന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഉൽപ്പത്തി പുസ്തകത്തില് 11-ാം അധ്യായത്തിൽ സംഭവം പറയുന്നുണ്ട്. ബാബേൽ ഗോപുരം, ദൈവത്തെ മറന്ന്, ദൈവത്തോട് ആലോചന ചോദിക്കാതെ ദൈവത്തെ മാറ്റി നിർത്തി മനുഷ്യൻ അന്നത്തെ ഏറ്റവും വലിയ ടെക്നോളജി, നമുക്ക് ഇഷ്ടിക ചുട്ടെടുക്കാം എന്ന് പറഞ്ഞ് അവർ ഇഷ്ടിക ചുട്ടെടുത്ത് അവരൊരു അമ്പലചുംബിയായിട്ടുള്ള കെട്ടിടം പണിതു എന്ന് നമ്മൾ പറയുന്നുണ്ട്.
ദൈവം അത് മാറി നിന്ന് നോക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം ദൈവത്തിന് അതിനകത്തൊരു പാർട്ടുമില്ല. ദൈവം മാറി നിന്ന് അതിനെ നോക്കുകയാണ്. അവസാനം അതെല്ലാം കൂടെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണ ചരിത്രം നമുക്കറിയാം. അവരുടെ ഭാഷകൾ ചിതറി ഭിന്നിച്ചു. പരസ്പരം സംസാരിച്ച പോലും മനസ്സിലാകാത്ത രീതിയിൽ അവരുടെ ഭാഷകൾ, ഇതിന് ബാബേൽ എഫക്റ്റ് എന്നാണ് പറയുന്നത്. അതായത് ദൈവമില്ലാതെ, ദൈവത്തിന് സ്ഥാനം കൊടുക്കാതെ, മനുഷ്യന്റെ ബുദ്ധിയിൽ അഹങ്കരിച്ചുകൊണ്ട് അവന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം ഈ ബാബേല് പോലെ ഇടിഞ്ഞ് തകർന്ന് പോകും. അത് കുടുംബത്തിൽ സംഭവിക്കാം, അത് ഇടവയിൽ സംഭവിക്കാം, സഭയിൽ സംഭവിക്കാം, എല്ലാ മനുഷ്യരിലും സംഭവിക്കാം. പക്ഷെ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തില് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എല്ലാവരും ഒന്നിക്കുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. ബാബേൽ എഫക്റ്റില് മനുഷ്യൻ ഭാഷകൾ ചിന്നിച്ചിതറിപ്പോയെങ്കിൽ ഇവിടെ അപ്പസ്തോലന്മാര് സംസാരിച്ച ഭാഷയിൽ അവരവരുടെ ഭാഷകളിൽ അവർ മനസ്സിലാക്കുന്നു. അവിടെ നേരെ ഓപ്പോസിറ്റ് എഫക്റ്റ് ആണ് സംഭവിക്കുക. ഇതാണ് സഭയിൽ നടക്കേണ്ടത്. അപ്പോൾ ഈ ബാബേൽ അനുഭവം അല്ലെങ്കിൽ ബാബേൽ സ്പിരിറ്റ് സഭയിലും അല്ലെങ്കിൽ കുടുംബത്തിലൊക്കെ പ്രബലമാകുമ്പോൾ ഈ ഭിന്നതയും കലഹവും നാശവും ഉണ്ടാവുമെങ്കിൽ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് ആദിമ ക്രൈസ്തവ സഭയെ നയിച്ചതുപോലെ പരിശുദ്ധാത്മാവിനോട് തുറവിയുള്ളവരായിട്ട് മാറും. എല്ലാവരും പരിശുദ്ധാത്മാവിനോട് തുറവിയുള്ളവരായിട്ട് മാറും. ഡോസിലിറ്റി ടു ദ ഹോളി സ്പിരിറ്റ്, ഓപ്പൺനെസ് ടു ദ ഹോളി സ്പിരിറ്റ്. എല്ലാവരും മെത്രാന്മാരും വൈദികരും ആത്മായരും എല്ലാ മനുഷ്യരും പരിശുദ്ധാത്മാവിനോട് തുറവിയുള്ളവരായിരിക്കണം. ഹോളി സ്പിരിറ്റിനോട് തുറവിയുള്ളവരായിരിക്കണം. പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരു സഭയാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകേണ്ടത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധാത്മാവ് വന്ന് കഴിയുമ്പോൾ നമ്മളിൽ കൂട്ടായ്മയുണ്ടാകും, സ്നേഹമുണ്ടാകും, ഐക്യമുണ്ടാകും. നമ്മൾ അപ്പസ്തല പ്രവർത്തനം 2-ാം അധ്യായം 42 പറയുന്നത് പോലെ അവർ അപ്പസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു എന്നാണ് പറയുന്നത്. സദാ താല്പര്യം. അപ്പൊ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവാണ് അവരെ നയിച്ചത്. അപ്പോൾ ഈ ലോകം മുഴുവൻ ഒരുവന്റെ പിടിയിലേക്ക് പോകുമ്പോൾ ഈ ബാബേൽ സംഭവങ്ങൾ ഓരോ ദിവസവും ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ യുദ്ധങ്ങള്, കലഹങ്ങള്, യുദ്ധത്തെക്കുറിച്ചുള്ള കിംവദന്തികള്, അണുവായുധങ്ങള്, ഒരുപക്ഷെ ഇനിയൊരു സർവനാശം എന്നൊക്കെ പറയുന്നത് ഈ അണുബോംബിന്റെ അല്ലെങ്കിൽ ഈ അണുബോംബിലൂടെ ആകാൻ സാധ്യതയുണ്ട്. കത്തി എല്ലാം അഗ്നിയിലൂടെ എല്ലാം നശിപ്പിക്കുന്ന ഒരവസ്ഥ ഈ ആറ്റോമിക് വെപ്പൺസിലൂടെ സംഭവിക്കാനുള്ള സാധ്യത. അത് എത്രമാത്രം ഡെവലപ്പ് ചെയ്യുമെന്ന് നമുക്കറിയാം. അപ്പോൾ ലോകത്തെ മുഴുവൻ പിടിച്ചെടുക്കുക. ഈ കലഹങ്ങളും ഈ യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഇതിന്റെ പരിണതഫലമായിട്ട് ക്ഷാമങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ലോകം മുഴുവൻ എല്ലാ രാജ്യത്തുള്ളവരും രാഷ്ട്ര നേതാക്കന്മാരും ഒക്കെ ഇതിനെല്ലാം പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഒരുവനെ അന്വേഷിക്കും, ഒരാളുടെ മുമ്പിൽ അടിയറ വയ്ക്കും. ഒരു വ്യക്തി, ഒരു പവർ, ഒരു ശക്തി, അതൊരു എന്താ പറയുക, എല്ലാവരും അതിന് അടിയറ വയ്ക്കുകയും അവൻ ഒരുപക്ഷെ സമാധാനത്തിന്റെ ആളായിട്ട് വരികയും ചെയ്യും. മനുഷ്യർക്ക് പ്ലീസ് ചെയ്യുന്ന രീതിയിൽ അവൻ വരും. തൻ്റെ പ്രബോധനങ്ങൾ മനുഷ്യനെ കൊണ്ട് വിശ്വസിപ്പിച്ച് അവനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച് അവസാനം അവനെ ആരാധിക്കുവാൻ, എല്ലാ മനുഷ്യരും തന്നെ ആരാധിക്കുവാനായിട്ട് അവൻ പ്രേരിപ്പിക്കും. അങ്ങനെ അപ്പോഴായിരിക്കാം നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് നമുക്ക് തെറ്റിപ്പോയി എന്ന്. ഇവൻ നന്മയുടെ രൂപം ധരിച്ചുകൊണ്ടായിരിക്കും വരുന്നത്, സമാധാനത്തിന്റെ സന്ദേശമായിട്ടായിരിക്കും വരുന്നത്. അവൻ ചിലപ്പോൾ അനുരഞ്ജനത്തിന്റെ വക്താവായിട്ടായിരിക്കും വരുന്നത്. പക്ഷേ കുറെ കഴിയുമ്പോൾ അവന്റെ തനി സ്വഭാവം കാണിക്കാൻ തുടങ്ങും. അവൻ തൻ്റെ മുമ്പിൽ എല്ലാവരും കുമ്പിട്ട് ആരാധിക്കാനുള്ള സംവിധാനങ്ങൾ അവൻ കൊണ്ടുവരും. അങ്ങനെ ചെയ്യാത്തവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായെന്ന് വരും, ഞെരുക്കങ്ങൾ ഉണ്ടായെന്ന് വരും, പീഡനം ഉണ്ടായെന്ന് വരും, ജയിലിൽ കൊണ്ടിട്ടെന്ന് വരും, കൊന്നു കളഞ്ഞെന്ന് വരും. ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ
പിശാചിന് വേണ്ടി രോഗം ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓരോ കാര്യങ്ങളും എടുത്തു നോക്കിയേ. സോഷ്യൽ മീഡിയയിലൂടെ, അതുപോലെ സംഗീതത്തിലൂടെ, മ്യൂസിക്കിലൂടെ പോലും ഇതെല്ലാം കടന്നു വരുന്നുണ്ട്. ചില പ്രത്യേക തരത്തിലുള്ള മ്യൂസിക്, റാപ്പ് മ്യൂസിക് എന്നൊക്കെ പറയുന്ന പോലെ മനുഷ്യനെ മുഴുവൻ ആകർഷിക്കുന്ന ഒരു പ്രത്യേക ആകർഷണ ശക്തിയുള്ള സംഗീതം, അതുപോലെ പിന്നെ സിനിമകൾ, വയലൻസ്. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകൾ മുഴുവൻ വയലൻസ് ആണ്. അത് കാണുന്നവർക്ക് വയലൻസ് ചെയ്യാനായിട്ടുള്ള പ്രേരണ ഉണ്ടാകുകയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും നുണ പ്രചരിപ്പിക്കുക, അങ്ങനെ അതാണ് പറയുന്നത്, വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന മിഥ്യാബോധം, ദ സ്പിരിറ്റ് ഓഫ് ലൈ എന്നാണ് അതിന് പറയുന്നത്. നുണയുടെ ഒരു അജ്ഞാത ശക്തി. മനുഷ്യരെല്ലാം നുണ വിശ്വസിക്കുകയാണ്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ 75% നുണയാണ്. നമ്മളൊക്കെ അങ്ങ് വിശ്വസിച്ച് പോവുകയാണ്. 75% ഈസ് ലൈ. തെറ്റായ കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത്, സത്യവിരുദ്ധമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് സ്പിരിറ്റ് ഓഫ് ലൈ എല്ലാ മനുഷ്യരിലും ഈ മിഥ്യാബോധം ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ലോകം മുഴുവൻ പിടിച്ചടക്കാൻ അവൻ വല വീശി കഴിഞ്ഞു. WWW, വേൾഡ് വൈഡ് വെബ് എന്നാണല്ലോ ഇതിന് പറയുന്നത്. അതൊരു വലിയ ചിലന്തി വല പോലെ. അതിനകത്ത് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നല്ല കാര്യങ്ങളെ കുറിച്ചും കൂടുതലായിട്ട് മനുഷ്യൻ ഉപയോഗിക്കുന്നത് തെറ്റായ കാര്യങ്ങളാണ്. ഇന്നത്തെ യുവതലമുറ അതിനെല്ലാം അടിമപ്പെട്ട് കഴിഞ്ഞു. സോഷ്യൽ മീഡിയയ്ക്ക് അടിമപ്പെട്ട് മൊബൈൽ അഡിക്ഷൻ. ഇന്ന് പിള്ളേരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് മൊബൈൽ അഡിക്ഷൻ. പ്രത്യേകിച്ച് യുവജനങ്ങളുടെ വല്ലാത്ത രീതിയിൽ അവരതിന് അഡിക്റ്റായി കഴിഞ്ഞു. ഒരു ദിവസം പോലും ഭക്ഷണമില്ലാതെ വേണമെങ്കിൽ 2-3 ദിവസമൊക്കെ ഇവർ ജീവിക്കും, നമ്മുടെ ഈ പിള്ളേരൊക്കെ. പക്ഷെ മൊബൈൽ ഫോൺ ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ മക്കളുടെ കയ്യിൽ നിന്നൊക്കെ ആ മൊബൈൽ ഫോൺ കുറച്ച് സമയം എടുത്ത് മാറ്റി ഒന്ന് വെച്ച് നോക്കിയേ, അവർ വയലന്റ് ആവും. അവർക്ക് ഇല്ലാതെ ജീവിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ഈ മൊബൈൽ ഫോണിലൂടെ വരുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു നല്ല ശതമാനം അവരുടെ മനസ്സിനെ ദുഷിപ്പിക്കുന്നതും തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും വികാരങ്ങളെ ഉണർത്തുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പലതരത്തിലുള്ള അഡിക്ഷനിലേക്ക് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 3 തരത്തിലാണ് സാത്താൻ ലോകത്തെ നേടിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, മദ്യം, ലഹരി, ഡ്രഗ്സിന്റെ ഉപയോഗവും ട്രാഫിക്കിങ്ങും, മദ്യ ലഹരി വിൽപ്പനയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അതൊന്ന്, ഡ്രഗ്സിലൂടെ. 2, ടെററിസം, തീവ്രവാദം. എല്ലാ രാജ്യങ്ങളിലും ക്യാൻസർ പോലെ ആ രാജ്യത്തെ തകർക്കാനുള്ള വൈറസ് ആ രാജ്യത്തിനകത്ത് തന്നെയുണ്ട്. അതാണ് ഈ ടെററിസം എന്ന് പറയുന്നത്. തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്തിനു വേണ്ടിയാണ്? നശിപ്പിക്കാനും തകർക്കാനും ഇല്ലാതാനും നിയമത്തെ തകർക്കാനും ഭരണ സംവിധാനങ്ങളെ അട്ടിമറിക്കാനും. ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു തിയറിയൊക്കെ ഉണ്ട്. ഡീപ് സ്റ്റേറ്റ് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ഡീപ് സ്റ്റേറ്റ് അമേരിക്കയിലും എല്ലാം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. രാഷ്ട്രങ്ങളെ മറിച്ചിടാൻ, അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങളെയൊക്കെ മറിച്ചിടാനുള്ള കോൺസ്പിറസി തിയറി ഒക്കെ അതിൻ്റെ പിറകിലുണ്ട്. ഡീപ് സ്റ്റേറ്റ് അതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്നത് പിശാചാണ്. അതുപോലെ 3-ാമത്തെ കാര്യമാണ് ഫനാറ്റിസം, അതായത് തീവ്ര മത വിശ്വാസം എന്ന് പറഞ്ഞാൽ അപകടകരമായ മതവിശ്വാസം, അതായത് അപകടത്തിലേക്ക് നയിക്കുന്ന മതവിശ്വാസം. അത് എന്താണെന്നല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ട് അതിനെ വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് ഇന്ന് പ്രകടമായിട്ട് പിശാച് മനുഷ്യനെ തകർക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിരീശ്വര പ്രസ്ഥാനങ്ങൾ, സെക്കുലറിസം, ഫ്രീമേസണിസം, സേറ്റൻ വർഷിപ്പ്, ഇതെല്ലാം ഇതിൻ്റെ വകഭേദങ്ങളാണ്. സാത്താൻ്റെ സൈന്യം ഭൂമിയിലുണ്ട്. ആ സാത്താൻ്റെ സൈന്യം ആരാണ്? തീവ്രവാദികൾ, ഹമാസ്, ഹൂത്തികൾ, ഹിസ്ബുള്ള, മിലീഷ്യ ഗ്രൂപ്പുകൾ, ISS, അൽ-ഖ്വയ്ദ, തോയ്ബർ, ഇങ്ങനെയുള്ള ഇതെല്ലാം ഇതിൻ്റെ വകഭേദങ്ങളാണ്. ഇതെല്ലാം പലതാണ് ചിന്തിച്ചാലും ആശയത്തിൽ ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഇതെല്ലാം പിശാചിന്റെ വ്യത്യസ്തമായിട്ടുള്ള സോൾജേഴ്സ് ആണ് ഇവരെല്ലാം. അപ്പോൾ ഇതെല്ലാം കൂടി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. എല്ലാം ഒരുമിച്ച് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല വഴിക്കൂടെ പല രീതിയിലൂടെ നമ്മുടെ സമാധാനം നശിപ്പിക്കാനും നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം ലക്ഷ്യം. ദൈവത്തിൽ നമ്മളെ അകറ്റുക.
അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ ഒരു കാരണം ഇത് സാത്താൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് സമയത്തിന് മുമ്പ് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന പദ്ധതികൾ നടക്കാൻ പലതും തടസ്സപ്പെടുന്നതിന് കാരണം നമ്മൾ ദൈവത്തിന്റെ പദ്ധതി നടപ്പിലാക്കാത്തതുകൊണ്ടാണ്. തടസ്സം നമ്മളാണ്. ദൈവത്തിന്റെ മനോഹരമായ പദ്ധതികളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട് ഇതിനെല്ലാം അതിജീവിക്കാൻ. പക്ഷെ നമ്മൾ അതിന് വില്ലിങ് അല്ലാത്തതുകൊണ്ട്, നമ്മൾ ഇപ്പോഴും ലോകത്തിലെ ചിന്തകളുമായിട്ട് നടക്കുന്നതുകൊണ്ട്, നമ്മളിപ്പോഴും പ്രാർത്ഥനയുടെ വിഷയം നമ്മുടെ കുറച്ച് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ആയിട്ട് ഇപ്പോഴും നടക്കുമ്പോഴും ദൈവത്തിന്റെ പദ്ധതികൾ നമ്മളിൽ നടക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പലതും പൂർത്തിയാകാത്തത്. ദൈവത്തിന്റെ പദ്ധതിയുടെ കുഴപ്പമല്ല. എന്നാൽ സാത്താന്റെ പദ്ധതികൾ എല്ലാം കൃത്യമായിട്ട് നടക്കുന്നത് കാരണം അതിന് ഡെഡിക്കേറ്റ് ചെയ്ത് പിശാചിന് വേണ്ടി വർക്ക് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ ആളുകളുണ്ട്. നമ്മളിപ്പോ നമ്മുടെ പള്ളിയിലൊരു ധ്യാനം വെച്ച് കഴിഞ്ഞാൽ അധികം പേരൊന്നും കാണത്തില്ല. അതേസമയം നെഗറ്റീവായിട്ടുള്ള വേറൊരു സംഭവം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ, അങ്ങനെയുള്ള മ്യൂസിക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്തോരം മനുഷ്യരാണ് വരുന്നത്, എന്തുമാത്രം ആൾക്കാരാണ് കൂടുന്നത്. അതുകൊണ്ട് പിന്നെ ഈ ഒരു ഇത് ഫാസ്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനി കൂടി വരും. വരും വർഷങ്ങളിലൊക്കെ ഇതെല്ലാം ഇനിയും ലോകത്തിന് സമാധാനം ഇപ്പോൾ ഒരു ചെറിയ വെടിനിർത്തലൊക്കെ ഉണ്ടായെങ്കിലും അത് വീണ്ടും ശക്തിപ്പെടാനുള്ള സാധ്യതയാണുള്ളത്. കാരണം ബൈബിൾ പ്രവചനങ്ങളെല്ലാം പൂർത്തിയാകണമല്ലോ, ബൈബിളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കണമല്ലോ. മൂന്നാമത്തെ കാര്യം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉണരണം, നമ്മൾ ശക്തി പ്രാപിക്കണം. നമ്മളിങ്ങനെ ഉറക്കം തൂങ്ങി ഇരുന്നാൽ പോരാ. നമ്മുടെ ക്രിസ്ത്യാനികൾക്കെല്ലാം ഒരു പ്രശ്നമുണ്ട്, നമ്മളെല്ലാം ഒരു മയക്കത്തിലാണ്. ഒരു പകുതി മയക്കത്തിലാണ്. നമ്മൾ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുന്നില്ല. നമ്മൾ കുറേ വർഷത്തേക്കുള്ള പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്ത് നമ്മുടെ പിള്ളേരൊക്കെ അവരോട് നിത്യരക്ഷയെക്കുറിച്ച് ഇതൊക്കെ സംസാരിച്ച് നോക്കിയ ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ്. അവർക്ക് വിദേശത്ത് എവിടെയെങ്കിലും ജോലി കിട്ടണം, കല്യാണം കഴിക്കണം, വീട് പണിയണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് അവരുടെ പ്രാർത്ഥന ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അതെല്ലാം ദൈവം നമുക്ക് തരും. പക്ഷെ ഒന്നാമത്തെ കാര്യം, നിത്യരക്ഷയെക്കുറിച്ച്, ആത്മാക്കളുടെ രക്ഷയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കും. നമ്മൾ ആത്മാക്കളുടെ രക്ഷയെക്കുറിച്ചുള്ള തീഷ്ണത നമ്മളെ ഭരിക്കുമ്പോൾ നമ്മുടെ ജീവിതം മുഴുവൻ മാറും. നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ച് വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നിരുന്ന് ജലധാര പോലെ കണ്ണുനീരൊഴുക്കുക. എന്തിനാണ്? വഴിയോരങ്ങളിൽ തളർന്നു വീഴുന്ന മക്കളെ ഓർത്തുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, ഈയാംപാറ്റുകളെ പോലെ പിശാചിന്റെ വലയിൽപ്പെട്ട് നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ച് ആരാണ് വേദനിക്കുക, ദുഃഖിക്കുക? കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. എന്തിനു വേണ്ടിയുള്ള ദാഹമാണ്? ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം. ഈ ദാഹമാണ് അപ്പസ്തലന്മാർക്കുണ്ടായിരുന്നത്. അതുകൊണ്ടാണല്ലോ തോമാസ് ലീഗ ഈ ഭാരതത്തിൽ വന്നതൊക്കെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം ഉണ്ടായിരുന്നതുകൊണ്ടാണ്. വിശുദ്ധരൊക്കെ ഈ ദാഹം ഉണ്ടായിരുന്നവരാണ്. ഈ കാലഘട്ടത്തിലും ഈ ദാഹമുള്ള ധാരാളം മനുഷ്യരുണ്ട്. ഈ കാലഘട്ടത്തിലും അതിസ്വാഭാവികമായ വിശ്വാസത്തിൽ ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. സഹനത്തെ ഒരു ആഭരണമായി, സഫറിങ് എന്നാണ് പറയുന്നത്, സഫറിങ്, അതൊരു ആഭരണമായിട്ട് കൊണ്ടു നടക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആത്മാക്കളുടെ രക്ഷയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ പ്രാർത്ഥനയുടെ ഒക്കെ വിഷയം അതായിരിക്കണം. നശിച്ചു പോകുന്ന ആത്മാക്കള്. ദൈവത്തിൻ്റെ ഒരു ആത്മാവ് നശിക്കുക എന്ന് പറയുന്നത് ഒത്തിരി വേദനയുള്ള കാര്യമാണ്. ഒരാൾ നശിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന് അത്രയും വിഷമമുള്ള കാര്യം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, 99 വിട്ടിട്ട് ഒന്നിന്റെ പുറകെ പോകുന്ന സ്ട്രാറ്റജി ലോകത്തിന് അതൊരിക്കലും മനസ്സിലാകത്തില്ല. 99 വിട്ടിട്ട് ഒന്നിന്റെ പുറകെ പോകുന്ന, അതും കൊള്ളുകയില്ലാത്ത ഒന്നിന്റെ പുറകെ പോകുന്ന ഒരു സ്ട്രാറ്റജിയാണ് ദൈവത്തിന് അന്നും ഇന്നും എന്നുള്ളത് മനുഷ്യനൊന്നും ഒരിക്കലും മറക്കത്തില്ല. ഗദറായിലെ പിശാചുബാധനെ സുഖപ്പെടുത്താൻ വേണ്ടി നഷ്ടമാക്കിയത് 2000 പന്നികളെ കടലിൽ മുക്കിയാണ് ആ ആത്മാവിന് വേണ്ടി ദൈവം പ്രവർത്തിച്ചെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അവിടെ വലിയൊരു എക്കണോമിക്കൽ ലോസ് അവിടെ ഉണ്ടായത്. അതുകൊണ്ടാണ് ആ നാട്ടിലെ മനുഷ്യർ പറഞ്ഞ്, നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് വിട്ടുപോകണമെന്ന് പറഞ്ഞത്. കാരണം അവർക്ക് വലിയ നഷ്ടമുണ്ടായി. ആ നഷ്ടം അവർക്ക് താങ്ങാൻ അപ്പോൾ ദൈവം എത്ര നഷ്ടം സഹിച്ചും ഒരാത്മാവിനെ നേടിയെടുക്കാൻ ഏതറ്റം വരെയും പോകുന്ന ഒരു സ്ട്രാറ്റജിയാണുള്ളതെങ്കിൽ നമ്മളും ആ സ്ട്രാറ്റജി നമ്മൾ സ്വീകരിക്കണം. ഇവിടെ എക്കണോമിക്കലായിട്ടുള്ള
പണത്തിന്റെ ലാഭനഷ്ട കണക്കുകളൊന്നും അല്ല ഇവിടെ പ്രസക്തമായിട്ടുള്ളത്. നശിച്ചു പോകുന്ന ആത്മാവിന്റെ കാര്യമാണ്. യോനാ പ്രവാചകന്റെ കാര്യം നമുക്കറിയാമല്ലോ. ഈശോ ചോദിക്കുന്നില്ലേ, എൻ്റെ നീ ഈ ഇപ്പം നിനക്ക് തണൽ നൽകിയ ആ ചെടി നശിച്ചു പോയപ്പോ നീ ഇത്രയും വേദനിച്ചെങ്കിൽ എൻ്റെ മക്കള് ഈ മനുഷ്യര് നശിക്കുന്നത് ഞാൻ എത്രമാത്രം വേദനിക്കുന്നുണ്ടാവും എന്ന് ചോദിക്കുന്നില്ലേ? ആ ഒരു വേദന നമ്മുടെ ഇതാണ് പരിശുദ്ധ അമ്മ ഹൃദയത്തിൽ ഏറ്റിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ അന്ത്യകാലഘട്ടത്തിൽ കർത്താവിന്റെ രണ്ടാം വരവിന് വേണ്ടിയുള്ള ഈ ഒരുക്കത്തിന്റെ ചെറിയ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ ലൈവായിട്ട് ലോകത്തിൽ ഇറങ്ങി നിൽക്കുകയാണ്. എത്രയോ സ്ഥലങ്ങളിലാണ് മാതാവ് പ്രത്യക്ഷപ്പെടുന്നത് ജീവനോടെ. നമുക്കറിയാം, പബ്ലിക് അപ്പാരേഷൻസ്, വലിയ വലിയ ദേവാലയങ്ങളൊക്കെ അവിടെ ഉണ്ടാകുന്നു. ഗാഡ്ലൂപ്പായാലും അതുപോലെ ലൂർദിലും ഫാത്തിമയിലും മഡ്ജുഗോറിയയിലും ഹംഗറി ലാസലറ്റിലും എല്ലാം പബ്ലിക് ആയിട്ടുള്ള മാതാവിന്റെ അപ്പറേഷൻസ് ഒക്കെ നടന്ന ഈ കാലഘട്ടത്തിലാണ്, ഈ നൂറ്റാണ്ടിലാണ്. മഡ്ജുഗോറിയിലൊക്കെ മാതാവ് അടുത്ത കാലം വരെ സന്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പ്രൈവറ്റ് റെവലേഷൻസ് ധാരാളം കുടുംബങ്ങളില്, ധാരാളം മനുഷ്യർക്ക് പരിശുദ്ധ അമ്മ വളരെ വ്യക്തമായിട്ട് ബോധ്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, മഡ്ജുഗോറിയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ 5 ആയുധങ്ങൾ കയ്യിലെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. 1 വിശുദ്ധ കുർബാന, 2 ദൈവവചനം, 3 കുംഭസാരം, 4 ജപമാല, 5 ഉപവാസം. ഇത് സഭയിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. ഈ 5 ആയുധങ്ങൾ എടുത്തുകൊണ്ട് തിന്മയുടെ ശക്തികൾക്കെതിരായിട്ട് പോരാടാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ജപമാല ഏറ്റവും വലിയ ആയുധമാണ്, വലിയ ആയുധമാണ്. തിന്മയുടെ ശക്തികളെ തകർക്കാനും തോൽപ്പിക്കാനും ഏറ്റവും വലിയ ആയുധമാണ് ജപമാല. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പിശാച് ഏറ്റവും പേടിക്കുന്ന പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ടാണ് അമ്മയെക്കുറിച്ച് പലരും പറയാറുണ്ട്, എല്ലാ പ്രാർത്ഥനയും ചെല്ലാൻ പറ്റും, പക്ഷെ ജപമാല മാത്രം ചെല്ലാൻ പറ്റത്തില്ല, അത് പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. കാരണം പിശാചിന് സഹിക്കാൻ പറ്റത്തില്ല. ഏതോ ഒരു വിശുദ്ധൻ പറഞ്ഞിരിക്കുന്നത്, ഒരു നന്മ പറഞ്ഞവരും ചെല്ലുമ്പോൾ പിശാചിന്റെ ദേഹത്തൊരു ബോംബ് വീഴുന്നപ്പോൾ ഒരു പൊള്ളലാണ് അവന് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് ധാരാളം ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ജപമാലയൊക്കെ ചെല്ലാൻ ഭയങ്കര. പക്ഷേ ഇപ്പോൾ അതൊരു ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഇങ്ങനെ കൂടെ കൂടെ ജപമാലകൾ ചെല്ലാനായിട്ട് സാധിക്കുന്നു. നമ്മൾ അറിയാതെ തന്നെ നമ്മളൊരു മാറ്റം സംഭവിക്കും. പരിശുദ്ധ അമ്മയോട് നമ്മൾ ഒട്ടി നിന്നാൽ നമ്മൾ സ്വാഭാവികമായിട്ടും കർത്താവിൻ്റെ അടുക്കലേക്ക് നമ്മൾ പോകും. പരിശുദ്ധ അമ്മ നമ്മളെ ഈശോയുടെ അടുക്കൽ എത്തിക്കും. പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ സമർപ്പിച്ച് ഒരു നിയോഗം സമർപ്പിച്ചാൽ അത് ഉറപ്പായിട്ടും ഈശോയുടെ അടുക്കൽ അത് എത്തിച്ചിരിക്കും. അമ്മ ഇടപെട്ട് അതിൻ്റെ മേലൊരു ഉത്തരം നമുക്ക് ലഭിക്കും. അതുകൊണ്ട് മരിയ ഭക്തി എന്ന് പറയുന്നത് ഈശോയോടുള്ള ഭക്തിയിലേക്കുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആണ്. പരിശുദ്ധ അമ്മ നമുക്ക് ഇത്രയും സജീവമായിട്ട് നമ്മളെ സഹായിക്കാനായിട്ട് നമുക്കുള്ളപ്പം നമ്മൾ പിന്നെന്തിനാ അസ്വസ്ഥപ്പെടുന്നത്? അമ്മ നമ്മളെ വേണ്ടതൊക്കെ നമുക്ക് വേണ്ട സമയത്ത് ചെയ്യുമല്ലോ. അതുകൊണ്ട് അമ്മയോട് ചേർന്ന്, അമ്മ സഭയുടെ മാതാവാണ്, അമ്മ ദിവ്യകാരുണ്യത്തിന്റെ അമ്മയാണ്. ഈ അന്ത്യകാലഘട്ടത്തില് മനുഷ്യരെ, സഭയെ ഒരുക്കാനായിട്ട് അമ്മയാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് മരിയ ഭക്തി ഇന്ന് വളരെയേറെ ആവശ്യമാണ്. മാതാവ് ഒരു വലിയ സൈന്യത്തെ, സോൾജിയേഴ്സ് ഓഫ് മദർ മേരി എന്നാണ് പറയുന്നത്. വൈദികരുടെ ഇടയിലും അൽമാരുടെ ഇടയിലും എല്ലാം വലിയൊരു സൈന്യത്തെ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു വലിയ സൈന്യത്തെ ഒരുക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിലേക്ക്. അത് കൊച്ചു കൊച്ചു സമൂഹങ്ങളിലൂടെയും പ്രാർത്ഥനാ ഗ്രൂപ്പിലൂടെയും ചെറിയ ചെറിയ ഗ്രൂപ്പുകളിലൂടെ, വലിയ ആയിരക്കണക്കിന് ആൾക്കാർ കൂടുന്ന, ലക്ഷക്കണക്കിന് ആൾക്കാർ കൂടുന്ന ആ ഒരു ശൈലിയൊക്കെ ഇനി പ്രസക്തമല്ല. ഇനി കൊച്ചു കൊച്ചു ഗ്രൂപ്പുകൾ, വളരെ സോളിഡ് ആയിട്ടുള്ള ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ എങ്ങനെയാണോ അവർ വിശ്വാസത്തെ ശക്തിപ്പെടുത്തി, അതുപോലുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ, പ്രെയർ ഗ്രൂപ്പുകൾ, അതൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ ഇനി ഉണ്ടാകേണ്ടത്. നമ്മുടെ കുടുംബ കൂട്ടായ്മകളൊക്കെ അങ്ങനെ ആകേണ്ടതാണ്. പക്ഷെ അങ്ങനെയാണോ ഇല്ലയോ നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ദൈവം നമ്മളെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടുന്നത്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇതുപോലുള്ള പല ഗ്രൂപ്പുകളിലും ഞാൻ മെസ്സേജ് കൊടുക്കാറുണ്ട്. പല കുടുംബങ്ങളും ഒരുമിച്ച് ചേർന്ന് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള തീഷ്ണതയിൽ ജീവിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അതിൻ്റെ റിസൾട്ട്
നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ആത്മാക്കൾ രക്ഷപ്പെടുന്നുണ്ടാകാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എവിടെയെങ്കിലും പാപികൾ മാനസാന്തരപ്പെടുന്നുണ്ടാകാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കില്ല, പക്ഷെ ദുരന്തങ്ങൾ മാറുന്നുണ്ടാകാം. ഒരുപക്ഷെ ഈ ലോകം, അതാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നവൻ വഴിമാറിയാൽ മതി, അവൻ പ്രത്യക്ഷപ്പെടും. അപ്പൊ ഈ ആന്റി ക്രൈസ്റ്റിനെ തടഞ്ഞു നിർത്തുന്നത് ഈ പ്രാർത്ഥനകളാണ്. ആ പ്രാർത്ഥനയൊക്കെ ഇല്ലാതായാൽ അവൻ പെട്ടെന്ന് രംഗപ്രവേശം ചെയ്യും. അതുകൊണ്ട് അവനെ തടഞ്ഞു നിർത്താനായിട്ടുള്ള പ്രാർത്ഥന, ഈ തീഷ്ണത നമുക്ക് ഉണ്ടാകട്ടെ. തിന്മയുടെ ശക്തികൾ, നന്മയുടെ ആ ശക്തി കുറയുമ്പോൾ തിന്മയുടെ ശക്തി വലുതായിട്ട് വ്യാപിക്കും. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥന, കർത്താവെ, ഈ കാലഘട്ടത്തിൽ അവിടുത്തെ മഹത്വപൂർണമായ ആ ആഗമനത്തിന് വേണ്ടി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ലോകത്തെയും ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഈ സ്വർഗം ലക്ഷ്യമായിരിക്കുവാൻ വേണ്ടി ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവെ, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, നമുക്ക് സമയം അധികം നഷ്ടപ്പെടുത്താനില്ല. ഓരോ മിനിറ്റും വളരെ പ്രധാനപ്പെട്ടതാണ്. നാളെ 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 എന്ന് പറഞ്ഞ് മാറ്റിവെക്കാണ്ട് നമുക്കില്ല. ഇന്ന്, ഇപ്പോൾ, ഈ സമയം, ബൈബിള് പറയുന്ന ഈ സമയം, ദിസ് അവർ, ദിസ് ഡേ, ദിസ് മിനിറ്റ്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതാണ് സ്വീകാര്യമായ സമയം, ഇതാണ് രക്ഷയുടെ സമയം. നാളെ അല്ല. നാളെ ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയില്ല. ഇന്ന് നമ്മൾ ഉണ്ട്, ഇപ്പോൾ ഈ മണിക്കൂറിൽ നമ്മളുണ്ട്. ഇപ്പോൾ ഞാൻ എടുക്കുന്ന തീരുമാനം, അത് ദൈവം നോക്കുന്നത്. ഇപ്പോൾ ഞാൻ എടുക്കുന്ന തീരുമാനം ഐദർ ഫോർ ഗോഡ് ഓർ ഫോർ സേറ്റൻ. ഒന്നുകിൽ ദൈവത്തിന് വേണ്ടി, അല്ലെ പിശാചിന് വേണ്ടി. ഇതിന് രണ്ടിനിടയ്ക്ക് ഒരു കാര്യം ഇനിയില്ല. അതുകൊണ്ടാണല്ലോ വെളിപാടിന്റെ പുസ്തകത്തിൽ പറയുന്നത്, ഇനി നമുക്ക് ആരെയും അങ്ങനെ നന്നാക്കാനായിട്ട്, നമുക്ക് ബലം പിടിച്ചൊന്നും ആരെയും നന്നാക്കാനായിട്ട് സാധിക്കില്ല. അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ. വെളിപാട് 22:11. പാവക്കറ പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ. നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ. വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. അപ്പോൾ വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. അപ്പോൾ വേർതിരിക്കപ്പെടുന്നതിൻ്റെ ഒരു സമയമാണ്. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ രണ്ട് പക്ഷമായിട്ട് തിരിയാണല്ലോ. ലോകം തന്നെ രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ ഒരു കാഹളധ്വനിയൊക്കെ മുഴങ്ങുന്നുണ്ട്. അത് സംഭവിക്കാതിരിക്കട്ടെ, പക്ഷേ അതിന്റെ ധ്വനികൾ ഉണ്ട്. രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനിയൊരു യുദ്ധം ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വരുമ്പോൾ ലോകം രണ്ട് ചേരിയായിട്ട് മാറിയിട്ടായിരിക്കും ഫൈറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മനുഷ്യരെ ആത്മീയ തലത്തിലും രണ്ടായിട്ട് തിരിക്കുകയാണ്. ഒന്ന് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവര്, ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നവർ. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവര് കൂടുതൽ കൂടുതൽ അവരെ വിശുദ്ധീകരിക്കുന്നു. ദൈവം അവർക്ക് അനുഗ്രഹങ്ങൾ നൽകും, അവരെ സംരക്ഷിക്കും. എന്നാൽ അതിനെതിരായിട്ട് നിൽക്കുന്നവര് ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നവരായിട്ട് മാറും. നന്മയും തിന്മയും തമ്മിൽ വേർതിരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ്, നെല്ലും പതിരും വേർതിരിക്കപ്പെടുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഏത് പക്ഷത്ത് നിൽക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. ഒരുപക്ഷെ ചെറിയൊരു സമൂഹമാകാം, പക്ഷെ ആ ചെറിയ സമൂഹം കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ എത്ര വലിയ ശത്രുക്കളെയും തോൽപ്പിക്കാനായിട്ട് സാധിക്കും. അത് ഇസ്രായേലിന്റെ ചരിത്രമാണ്, ബൈബിളിന്റെ ചരിത്രമാണ്, സഭയുടെ ചരിത്രമാണ്, നമ്മുടെയും ചരിത്രമാണ്. ആറ്റുതീരത്തെ വൃക്ഷം പോലെ അത് തളിർത്ത് നിൽക്കും. മഴ വന്നാലൊന്നും അത് കടപഴകുകയില്ല. അത്രയും ഉറപ്പുള്ളതാണിത്. അനുദിന ബലിയർപ്പണത്തിലൂടെ, വിശുദ്ധ ഗ്രന്ഥ വായനയിലൂടെ, ജപമാലയിലൂടെ, കുമ്പസാരത്തിലൂടെ, ഉപവാസത്തിലൂടെ, നന്മ പ്രവർത്തികൾ ചെയ്യുന്നതിലൂടെ, ഇതിനെല്ലാം കവർ ചെയ്യുന്നത് ഈ നന്മ ചെയ്യുക എന്നുള്ളതാണ്. നന്മ ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുക, പരമാവധി നന്മ ചെയ്യുക. സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിൽ വരേണ്ട ഒരു ചിന്തയാണ് എങ്ങനെ നന്മ ചെയ്യാനായിട്ട് സാധിക്കും. അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും വലിയ നന്മയാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. മധ്യസ്ഥ പ്രാർത്ഥന, മറ്റുള്ളവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. നമുക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ മടുത്തില്ലേ? ഇനി നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്ന നമുക്ക് കാണാൻ കുറെ ത്യാഗങ്ങളും സഹനങ്ങളൊക്കെ ഉണ്ടാകും.
പിശാച് നമ്മളെ ഞെരുക്കും. ഞാൻ കണ്ടൊരു കാര്യമാണ്, നല്ല ആത്മീയ ജീവിതം നയിക്കാനായിട്ട് സുവിശേഷ തീക്ഷ്ണതയിൽ ജീവിക്കുന്ന കുടുംബങ്ങളെല്ലാം സാത്താൻ ഭയങ്കരമായിട്ട് ഞെരുക്കുകയാണ്. ഒന്നാമത്തെ ഞെരുക്കം ഉണ്ടാക്കുന്ന സാമ്പത്തിക മേഖലയിലാണ്. സാമ്പത്തിക മേഖലയിൽ ഭയങ്കരമായിട്ട് ഞെരുക്കമുണ്ടാകും. ശാരീരികമായ രോഗങ്ങൾ ഉണ്ടാക്കി ഞെരുക്കാനായിട്ട് നോക്കും. മറ്റുള്ളവരെ കൊണ്ട് നെഗറ്റീവായിട്ട് നമ്മളെ തള്ളിപ്പറഞ്ഞും പറയിപ്പിച്ചും നമ്മളെ ഒറ്റപ്പെടുത്താനായിട്ട് നോക്കും. അപ്പൊ അതൊക്കെ സാത്താന്റെ ആക്രമണമാണ്. അതിനെ അതിജീവിക്കാൻ തക്ക വിധത്തിലുള്ള വിശ്വാസം നമ്മൾ ശക്തി പ്രാപിച്ചുകൊണ്ട് ഇനി വരാൻ പോകുന്ന വലിയ ഞെരുക്കങ്ങളും പീഡനങ്ങളെയും അതിജീവിക്കാനുള്ള ട്രെയിനിങ് ആണ് ഇപ്പൊ നമുക്ക് ഈ ഞെരുക്കങ്ങളിലൂടെ തന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഉണ്ടായിരിക്കുന്ന ഞെരുക്കങ്ങളൊക്കെ ഇനി വരാൻ പോകുന്ന വലിയ പരീക്ഷണങ്ങളെ ജയിക്കാനായിട്ടുള്ള ഒരു പരിശീലനവും ട്രെയിനിങ്ങുമാണ്. തീ കൊടുത്ത് ഗുരുത്തൊരിക്കലും വെളുത്ത് വാടുകയില്ല. അപ്പം അഗ്നി, പരിശുദ്ധാത്മാവുന്ന അഗ്നിയിൽ നമ്മളെ തന്നെ നമുക്ക് ശുദ്ധീകരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ പ്രയർ ഗ്രൂപ്പിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രത്യേക നിയോഗത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.